Assalamu alaikum. Welcome to our next class of the sexual reproduction in flowering plants. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്? ഒരു ഫ്ലവറിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അതിൻ്റെ പിസ്റ്റൽ അല്ലെങ്കിൽ ഗൈനീഷ്യമാണ്. പിസ്റ്റൽ സിംഗിൾ കാർപ്പലാണെങ്കിൽ അതിനെ നമ്മൾ മോണോകാർപ്പസ് എന്നാണ് പറയുക. എന്താണ്? ഒരു പിസ്റ്റല് ഒരു സിംഗിൾ കാർപ്പലാണെങ്കിൽ അത് നമ്മൾ മോണോകാർപ്പലറി ഫ്ലവർ ആണത്. ഇൻ ദ കേസ് ദ കാർപ്പൽസ് ആർ മോർ ദാൻ 2, കാർപ്പൽസ് രണ്ടെണ്ണത്തിന് കൂടുതലായാൽ അതിനെ മൾട്ടി കാർപ്പലറി എന്ന് പറയും. ചില കേസുകളിൽ കാർപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആയിട്ട് കാണാറുണ്ട്. ഫ്യൂസ്ഡ് ആയിട്ട് കാർപ്പൽസ് കാണുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണത് സിൻ കാർപ്പസ്. ഇഫ് ദ കാർപ്പൽസ് ആർ ഫ്രീ അതിന് പറയുന്ന പേരാണത് എപ്പോകാർപ്പസ്. നമ്മൾ പറഞ്ഞതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഫ്ലവറിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് പിസ്റ്റൽ അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുക. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? കാർപ്പൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അത് ഒറ്റ കാർപ്പലുണ്ടെങ്കിൽ മോണോ കാർപ്പലറി എന്നും, രണ്ടിൽ കൂടുതൽ കാർപ്പൽസ് ആണെങ്കിൽ മൾട്ടി കാർപ്പലറി എന്നും, കാർപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ സിൻ കാർപ്പസ് എന്നും, കാർപ്പൽസ് എല്ലാം ഫ്രീ ആണെങ്കിൽ അതിനെ എപ്പോകാർപ്പസ് എന്നുമാണ് പറയുക. ഇനി ഒരു പിസ്റ്റൽ അല്ലെങ്കിൽ ഗൈനീഷ്യത്തിന്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, അങ്ങനെ 3 പാർട്ടുകളാണ് ഒരു ഫ്ലവറിന്റെ ഗൈനീഷ്യത്തിൽ കാണുന്നത്. സ്റ്റിഗ്മ എന്താണ് ചെയ്യുന്നത്? സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്താ? സ്റ്റിഗ്മ സ്റ്റിക്ക് ചെയ്യാൻ സഹായിക്കുന്നു. എന്തിനെ? പോളൻ ഗ്രെയിൻസിനെ. പോളിനേഷൻ നടക്കുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മ സ്റ്റിക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ സ്റ്റിക്കിംഗ് നേച്ചർ ഉള്ളതാണെന്ത്? സ്റ്റിഗ്മ. സ്റ്റൈൽ എന്താണ്? ഈ സ്റ്റിഗ്മേനെയും ഓവറിനെയും കണക്ട് ചെയ്യുന്ന ഫിലമെന്റ് ആണ് സ്റ്റൈല്. പോളൻ ഗ്രെയിൻസിനെ ശേഖരിച്ച് വെക്കുന്ന സ്റ്റിഗ്മയെ ഓവറിലേക്ക് എത്തിക്കാനുള്ള ട്യൂബാണ് എന്ത്? സ്റ്റൈല്. സ്റ്റൈൽ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? സ്റ്റിഗ്മേനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുക, പോളിനേഷന് വേണ്ടി സഹായിക്കുക. അതാണ് സ്റ്റൈലിന്റെ ധർമ്മം. ഇനി എന്താണ് ഓവറി? എവിടെയാണ് എഗ് ഇരിക്കുന്നത്? ആ ഭാഗമാണെന്ത്? ഓവറി. ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗം, അതാണ് ഓവറി. ഇനി സ്ട്രക്ചർ ഓഫ് ദ ഓവർ. ഇനി ഓവറുടെ ഉള്ളിലുള്ള ഭാഗങ്ങൾ ലോക്യൂൾസ് എന്നാ പറയുക. അതിൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. ആ അറേഞ്ച്മെന്റ്, ടിഷ്യൂസിന്റെ അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്ലാസെന്റ. നമ്മൾ +1 ക്ലാസ്സുകളിൽ പ്ലാസെന്റയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്ലാസെന്റേഷൻ, ഒരു ഫ്ലവറിന്റെ പ്ലാസെന്റേഷൻ എന്തൊക്കെയാണ്? മാർജിനൽ പ്ലാസെന്റേഷൻ, പെറൈറ്റൽ പ്ലാസെന്റേഷൻ എന്നുള്ള ലീനിയർ പ്ലാസെന്റേഷൻ, ആക്സിയൽ പ്ലാസെന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഉൾഭാഗത്ത്, ഓവറുടെ ഉൾഭാഗത്തെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ചാമ്പേഴ്സ്, അതിൻ്റെ കമ്പാർട്ട്മെന്റ്, അത്തരം ടിഷ്യൂ സിസ്റ്റത്തിനെ പറയുന്നത് പ്ലാസെന്റേഷൻ. അത് സ്ട്രക്ചറായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ട്രക്ചറായിട്ട് അതിന് വേർതിരിച്ചിട്ടുണ്ട് ഓവ്യൂൾസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഓവറിയിലാണ്. ഇനി സ്ട്രക്ചർ ഓഫ് ദ ഓവ്യൂൾ. ഒരു ഓവ്യൂളിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവ്യൂളിന്റെ സ്റ്റോക്കിനെ, ഓവ്യൂളിന്റെ മറ്റൊരു പേരാണെന്ത്? മെഗാസ്പൊറാഞ്ചിയം. ഇനി ഓവ്യൂളിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അതിന്റെ സ്റ്റോക്കിനെ പറയുന്ന പേരാണെന്ത്? ഫ്യൂണിക്കിൾ. ഇനി ഓവ്യൂളിനെയും സ്റ്റോക്കിനെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു പോർഷനെ പറയുന്ന പേരാണെന്ത്? ഹൈലം. പിന്നെ ഓവ്യൂൾ എംബ്രിയോ സാക്കിനെ കവർ ചെയ്തിട്ട് 2 ലെയർ ഉണ്ടാവും. ആ 2 ലെയറിനെ പറയുന്ന പേരാണ് ഇൻഡഗുമെന്റ്സ്. ഇൻഡഗുമെന്റ്സ് ഔട്ടർ ഇൻഡഗുമെന്റ് ഉണ്ട്, ഇന്നർ ഇൻഡഗുമെന്റ് ഉണ്ട്. 2 ലെയറാണ് ഇൻഡഗുമെന്റ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ കാണുന്നത് ന്യൂസിലസ് ആണ്. ന്യൂസിലസ് എന്ന് പറഞ്ഞാൽ എംബ്രിയോ സാക്കിനെ കവർ ചെയ്തിരിക്കുന്ന ഭാഗമാണെന്ത്? ന്യൂസിലസ്. ഒരു എംബ്രിയോ സാക്കിനെ ഇൻഡഗുമെന്റ്സ് മൊത്തത്തിൽ സർക്കിൾ ചെയ്തിട്ടുണ്ടാവും, സർക്കിൾ ചെയ്തിട്ടുണ്ടാവും. ചെറിയൊരു ഭാഗം മാത്രമേ ഇൻഡഗുമെന്റ് കവർ ചെയ്യത്തുണ്ടാവുള്ളൂ. ആ ഒരു പോർഷനെ പറയുന്ന പേരാണെന്ത്? മൈക്രോപൈലർ എൻഡ്. ഈ മൈക്രോപൈലർ എൻഡിന് ഓപ്പോസിറ്റുള്ള ഭാഗമാണെന്ത്? ചലാസൽ പോൾ. അപ്പോൾ ഒരു ഓവ്യൂളിന് എന്തെല്ലാം ഭാഗങ്ങളുണ്ട്? അതിന്റെ സ്റ്റോക്കിനെ പറഞ്ഞ പേര് ഫ്യൂണിക്കിൾ. ഓവ്യൂളിനെയും സ്റ്റോക്കിനെയും അറ്റാച്ച് ചെയ്തിരിക്കണ ആ മെമ്പറിനെ പറയുന്ന പേര് ഹൈലം. പിന്നെ ഇൻഡഗുമെന്റ്സ് കവർ ചെയ്യാത്ത ഭാഗമാണെന്ത്? മൈക്രോപൈലർ. മൈക്രോപൈലറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡാണെന്ത്? ചലാസൽ എൻഡ്. പിന്നെ ന്യൂസിലസിന്റെ മുകളിൽ 2 ലെയർ ഓഫ് ഔട്ടർ കവറിംഗ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്.
അതിന് പറയുന്ന പേരാണിത് ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗുമെന്റ്. പിന്നെ അതിന് തൊട്ട് താഴെ എംബ്രിയോസാക്കിന് ചുറ്റുപാടുമുള്ള ന്യൂസെല്ലസ്. ഇത്രയുമാണ് ഒരു ഓവ്യൂളിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയം എന്തിൽ നിന്നാണ് വരുന്നത്? മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നാണ് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പോളൻ ഗ്രെയിൻസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? പോളൻ മദർ സെല്ലിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന പ്രോസസ്സാണിത് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞു. അതേപോലെ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മിയോട്ടിക് ഡിവിഷൻ വഴി മെഗാസ്പോർസ് ഉണ്ടാവുന്ന പ്രോസസ്സാണിത് മെഗാസ്പോറോജെനിസിസ്. എന്താണ്? ദ പ്രോസസ് ഓഫ് ദ ഹാപ്ലോയിഡ് മെഗാസ്പോർസ് formed from the diploid megaspore mother cell. ഇതിനെ പറയുന്ന പേരാണത് മെഗാസ്പോറോജെനിസിസ്. ഇനി അവിടെ എന്താ പ്രോസസ്സ് നടക്കുന്നത്? ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെൽ മിയോട്ടിക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ആയിട്ട് 4 ഹാപ്ലോയിഡ് മെഗാ സ്പോർസ് ഉണ്ടാക്കും. 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഉണ്ടാക്കും. അതിൽ 3 മൈക്രോപൈലാർ എൻഡിലുള്ള ആദ്യം ഒരൊറ്റ എണ്ണ അത് ഡിവൈഡ് ചെയ്തിട്ട് എത്ര എണ്ണമായിട്ട് മാറും? 4 എണ്ണമായിട്ട് മാറും. ആ 4 എണ്ണത്തിൽ നിന്ന് മൈക്രോപൈലാർ എൻഡിലുള്ള ആ 3 എന്തായിട്ട് മാറും? ഡീജനറേറ്റ് ചെയ്ത് പോകും. ഒന്ന് മാത്രം ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറും. പിന്നെയുള്ള ഡെവലപ്മെൻ്റ് എല്ലാം ആ ഫങ്ഷണൽ ഒരു മെഗാസ്പോറാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മളിന്ന് എന്താ പറഞ്ഞത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ പറയുന്ന പേരാണ് പിസ്റ്റൽ അല്ലെങ്കിൽ ഗൈനീഷ്യം. ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റലിന് കാർപ്പൽസ്, ഒരു കാർപ്പലാണെങ്കിൽ മോണോകാർപ്പലറി, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ കാർപ്പൽസ് ആണെങ്കിൽ മൾട്ടി കാർപ്പലറി. ഇഫ് ദ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻകാർപ്പസ്, ഫ്രീ ആണെങ്കിൽ എപ്പോകാർപ്പസ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു പിസ്റ്റൽ അല്ലെങ്കിൽ ഗൈനീഷ്യത്തിൻ്റെ ഭാഗങ്ങളാണെന്ത്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസിനെ സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗം. ഈ ഓവറിനെയും സ്റ്റിഗ്മനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് സ്റ്റൈല്. ഓവറി എന്താണ്? ഓവ്യൂളിനെ സംരക്ഷിക്കുന്ന ഭാഗമാണെന്ത്? ഓവറി. ഇനി ഓവറിക്കകത്താണല്ലോ ഓവ്യൂൾ ഉണ്ടാവുക. ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു അല്ലേ? ഓവ്യൂൾ ഒരു സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഓവ്യൂള്. ഓവറിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക്, ആ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. സ്റ്റോക്കിനെയും ഓവ്യൂളിൻ്റെ ഇടയിൽ ടച്ച് ചെയ്യുന്ന ടിഷ്യൂസിനെ പറയുന്ന പേരാണിത് ഹൈലം. ഹൈലത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ഇൻറ്റഗുമെന്റ്സ് ആണ് ഒരു ഓവ്യൂളിനെ അല്ലെങ്കിൽ എംബ്രിയോസാക്കിനെ കവർ ചെയ്തിട്ടുള്ള ഭാഗം. അതാണ് ഇൻറ്റഗുമെന്റ്സ്. 2 ലെയറാണ്. പുറം ഭാഗത്തതിന് ഔട്ടർ ഇൻറ്റഗുമെന്റ് എന്നും അകം ഭാഗത്തതിന് ഇന്നർ ഇൻറ്റഗുമെന്റ് എന്ന് പറയും. അതിന് തൊട്ട് താഴെ ന്യൂസെല്ലസ് ആണ്. ന്യൂസെൽസിനകത്താണ് നമ്മുടെ എംബ്രിയോസാക്ക് ഉള്ളത്. ഇനി ഇൻറ്റഗുമെന്റ് ഓവ്യൂളിൽ കവർ ചെയ്ത ഭാഗമാണിത് മൈക്രോപൈലാർ എൻഡ്. ഇനി മൈക്രോപൈലാർ എൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗമാണിത് ചെലാസൽ എൻഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? മെഗാസ്പോറോജെനിസിസ് എന്താണുള്ളത്? ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെൽ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ ഉണ്ടാവാൻ മിയോട്ടിക് ഡിവിഷൻ, റിഡക്ഷൻ ഡിവിഷനിലൂടെ ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണിത് മെഗാസ്പോറോജെനിസിസ്. അവിടെ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ഡിവിഷൻ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെൽ. നമ്മുടെ ഓവ്യൂളിനകത്തുള്ള എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിനകത്താണല്ലോ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുക. ആ എംബ്രിയോസാക്കിനകത്ത് ഫങ്ഷണൽ മെഗാസ്പോർ 4 ഉണ്ടായിരുന്നു പറഞ്ഞു. 3 ഡീജനറേറ്റ് ചെയ്ത് പോയി. മൈക്രോപൈലാർ എൻഡിലെ 1 മാത്രമാണ് ഫങ്ഷണൽ ആവുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് 3 ടൈം ഡിവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ആദ്യം എംബ്രിയോസാക്കിനകത്തുള്ള മെഗാസ്പോർ എന്ത് പറയും? ഫസ്റ്റ് ഡിവിഷൻ 2ആയി, സെക്കൻഡ് ഡിവിഷൻ 4ആയി, 3ാമത്തെ ഡിവിഷൻ 8 ആവും. 1 2 3 4 8. ഈ ഒരു ഫോമിൽ അത് നിൽക്കും അതിൻ്റെ ഡിവിഷൻ.
3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു എംബ്രിയോസെക്കിലെ മെഗാസ്പോർ മദർ സെല്ല് ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്ത് പിന്നെ അതൊക്കെ എന്താണ് മൈറ്റോട്ടിക് ഡിവിഷനാണ്, മിയോട്ടിക് അല്ല, മൈറ്റോട്ടിക് ഡിവിഷനാണ്. ഒന്ന് ഡിവൈഡ് ചെയ്ത് പിന്നെ ആ ഒന്നും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ 4 മാറും, 4 ഒന്നും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 8 മാറും. ഈ രീതിയിൽ ആ എംബ്രിയോസെക്ക് പിന്നെ ഡിവിഷൻ അവിടെ നടക്കുന്നില്ല, മൈറ്റോട്ടിക് ഡിവിഷൻ. ഈ 4 ഡിവൈഡ് ചെയ്തതിൽ എംബ്രിയോസെക്കിൽ 3 ഒരു പോളിലേക്ക് പോകും, 2 സെൻട്രൽ ഉണ്ടാവും, പിന്നെ 3 അടുത്ത പോളിലേക്ക് പോകും. ആദ്യത്തെ 3 പോണത് മൈക്രോ പൈലാർ എൻഡിലാണ്. നമ്മൾ ഇൻഡഗുമെന്റ്സ് ഇല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞില്ലേ, ആ മൈക്രോ പൈലാർ എൻഡിലേക്കാണ് 3 സെൽസ് പോണത്. ആ 3 സെൽസിനെ നമ്മൾ പറയുന്ന പേരാണത് എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ് ഇതാണ് ആ 3 സെൽസിനെ പറയുന്ന പേര്. അതിലെ സെന്റർ 1 എഗ് സെല്ലാണ്. അതിനെ കവർ ചെയ്തിട്ടുള്ള മറ്റ് 2 സെൽസുകളുടെ പേരാണ് സൈനർജിഡ്സ്. സൈനർജിഡ്സിൽ ഫ്യൂസിഫോം സെൽസ് ഉണ്ട്. എല്ലാ പോളൻ ഗ്രെയിൻസിനെ കടത്തി വിടില്ല, അതിൻ്റെ മാത്രം പോളൻ ഗ്രെയിൻസിനെ കടത്തി വിടുന്ന ഒരു ചെറിയ ചെക്ക് പോസ്റ്റ്, അതാണ് ഫ്യൂസിഫോം സെൽസ്. അത് സൈനർജിഡ്സിലാണ് ഉണ്ടാവുക. പിന്നെ നടുവിലുള്ള ഈ 2 സെൽസിനെ പറയുന്ന പേരാണത് പോളാർ ന്യൂക്ലിയൈ. ആദ്യം അത് 2 സെൽസ് ആയിരുന്നു, പിന്നെ അതൊരു ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് ആയിട്ട് മാറും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറും. പിന്നെയുള്ള ഈ 3 സെൽസ് ആന്റിപോഡൽ സെൽസ് ആണ്. ആന്റിപോഡൽ സെൽസ് ആണ്. നമ്മളെന്താ പറഞ്ഞത്, എംബ്രിയോ സാക്കിൽ എന്തായിരുന്നു, മെഗാസ്പോർ, ഒരൊറ്റ മെഗാസ്പോർ സെല്ലായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. മെഗാസ്പോറോജൻസിസ് കഴിഞ്ഞിട്ടുണ്ടായ മെഗാസ്പോർ. അതിൽ നിന്നും 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യും, മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അതിൽ 8 സെല്ലായി കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ നിന്ന് അതിൽ 3 മൈക്രോ പൈലാർ എൻഡിലേക്ക് മാറും. അതിന് പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. അതിൽ സെൻട്രൽ പോർഷനിലുള്ളത് എഗ്ഗും അതിനെ കവർ ചെയ്തിട്ടുള്ള മറ്റ് 2 സെൽസ് സൈനർജിഡ്സുമാണ്. സൈനർജിഡ്സിൽ ഫ്യൂസിഫോം സെൽസ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് പോലുള്ള പോളൻ ഗ്രെയിൻസ്, അതിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസിനെ മാത്രമേ കടത്തി വിടുള്ളൂ, മെയിൽ ഗാമീറ്റ്സിനെ മാത്രമേ കടത്തി വിടുള്ളൂ. പിന്നെ ഉള്ളത് സെൻട്രൽ പോർഷനിൽ 2 സെൽസും പോകും. ആ സെൽസാണ് പോളാർ ന്യൂക്ലിയസ്. അത് പിന്നീട് ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ സെല്ലായി 2 ന്യൂക്ലിയസ് ഉള്ള ഒറ്റ സെല്ലായിട്ടുള്ള നല്ല ഡിപ്ലോയിഡ് സെല്ലായിട്ട് മാറും. അതിനെ പോളാർ ന്യൂക്ലിയസ് പിന്നെ എന്തായിട്ട് മാറും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറും. പിന്നെയുള്ള 3 ചെലാസൽ എൻഡിലേക്ക് പോകുന്നത് അതാണ് ആന്റിപോഡൽ സെൽസ്. The function of the megaspore is first cell of the female gametophyte. The megaspore enlarges and its haploid nucleus undergoes 3 repeated mitotic division to form a 4 nuclei. The 3 nuclei migrates to the micropylar end to form an egg apparatus. The central nucleus is known as egg apparatus. The central nucleus egg na paraya. Others are the synergids. The 2 nuclei move towards the center. Embryocycle central like a it's known as polar nuclei. These nuclei fuse to form the secondary fusion nucleus which is diploid. അതാണ് പിന്നീട് പെൻ ആയിട്ട് മാറുന്നത്. പെൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. The 3 nuclei are towards the chalazal and that is antipodal cells. ഇത്രയാണ് നമ്മൾ ഫീമെയിൽ ഗാമീറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്ന് പറയാനുള്ളത്. I hope you understand. Thank you.